കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ കൂടുതൽ വാദം കേൾക്കുന്നതിനായി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. ഷിംജിതയ്ക്കായി വീണ്ടും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നതിന് സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഷിംജിതയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. അതേസമയം കോടതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. കോഴിക്കോട് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് പ്രതി കോഴിക്കോട് സെഷൻസ് കോടതിയെ സമീപിച്ചത്. പ്രതിയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാദം കേൾക്കുന്നതിനായി കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കൂടാതെ ഷിംജിത മുസ്തഫയ്ക്കായി വീണ്ടും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നതിന് സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. ഷിംജിതയെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അതേസമയം കോടതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിവരെ കസ്റ്റഡിയിൽ കിട്ടിയ ഷിംജിതയെ മെഡിക്കൽ കോളേജ് പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ലൈംഗികാരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ഷിംജിത മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ നിയമ നടപടി സ്വീകരിക്കാതെ സമൂഹമാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നതിലൂടെ വൈറലാകാനുള്ള ശ്രമമാണ് ഷിംജിതയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ജനുവരി 16-നാണ് പയ്യന്നൂർ രാമന്തളി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ദീപക് ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചത്. തുടർന്ന് മനോവിഷമത്താൽ ദീപക് ജീവനൊടുക്കുകയായിരുന്നു. നിലവിൽ പ്രതി മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിൽ തുടരുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.